പൂത്തിരും പുഞ്ചിരിയൻ നെഞ്ചിലലിഞ്ഞ ബസാർ പാനുരയൻ ചുണ്ടുകളിൽ പൂന്തേൻ കുഴമ്പാൽ നറുപൂന്തേൻ കുഴമ്പാൽ മൊഴിയഴകും മിഴിയഴകും അടുത്തിരുത്താൻ പൊന്മണി തളികകളിൽ പഴം നുറുക്കും പാലടയും ഇനിയും പങ്കിടാം ഞാനിനിയും പങ്കിടാം മൊഴിയഴകും മിഴിയഴകും ഇത് ആർക്ക് വേണ്ടി ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്തേ? ഇതെന്റെ അമ്മച്ചിക്ക്. ഓക്കെ, ഹായ് അമ്മച്ചി. എന്താ അമ്മച്ചിയുടെ പേര്? അനീറ്റ. അനീറ്റ. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ സോങ് അമ്മച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്തേ? അമ്മച്ചി എന്നെ ഓൾവേസ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അമ്മച്ചി പറയും ഈ പാട്ട് ഒരു ഗോഡ്സ് ഗിഫ്റ്റാ, അപ്പൊ നല്ലതായിട്ട് ഉപയോഗിക്കണം. പിന്നെ ഞാൻ എവിടെയെങ്കിലും പാടാൻ പോകുമ്പോ ആദ്യം അൻറ്റാൻസി എന്നെ വിളിക്കുന്നേ. പിന്നെ പറയും അൻറ്റാൻസി എനിക്ക് പ്രാർത്ഥിക്കണമെന്ന്. സൂപ്പർ. അമ്മച്ചി, എങ്ങനെയാണ് ആന്യക്കുട്ടി? ഞങ്ങൾക്ക് ആന്യക്കുട്ടിയെ കുറിച്ച് അറിയണം കൂടുതൽ. ആന്യ ഒരു നല്ല സ്നേഹമുള്ള കൊച്ച. അവള് വീട്ടിൽ ഒരു ചോക്ലേറ്റ് കിട്ടിയ അവള് കൊറേ കഷ്ണങ്ങളാക്കി എല്ലാവർക്കും ഷെയർ ചെയ്യും. അവള് വീട്ടിൽ വരുമ്പോ എന്റെ കൂടെ എല്ലാത്തിനും കൂടും. കുക്കിംഗ് ആയാലും ദോശയൊക്കെ ഉണ്ടാക്കുന്ന നെയ്റോസ്റ്റ് ഒക്കെ അവളുടെ സ്പെഷ്യാലിറ്റി. ചപ്പാത്തി ഉണ്ടാക്കും. പക്ഷെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഇല്ല, അമ്മച്ചിയല്ല പറയുന്നത്. അല്ല, ഇന്നലത്തെ ഈ നമ്മുടെ എല്ലാവരുടെ പിള്ളേരുടെ പെർഫോമൻസ് വീട്ടുകാർ വന്ന് പറഞ്ഞിട്ട് ഇന്ന് പ്രത്യേകം പറഞ്ഞു പഠിപ്പിച്ചു വിട്ടവരുണ്ട്. പലതും പറയണം തോന്നും. എല്ലാ പാട്ട് പാടുന്നതിന് മുന്നേ വിളിക്കും. എന്നെ വിളിച്ച് അവള് പാട്ടൊക്കെ കേൾപ്പിച്ച് അവള് എന്നോട് പറയും, അൻറ്റമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെനിക്ക് ഒരു വെരി പ്രഷ്യസ് ഒരു പ്രഷ്യസ് മോമെന്റാ. കാരണം അവൾ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടല്ലേ അത് എന്നെ വിളിച്ച് പ്രത്യേകമായിട്ട് പറയുന്നേ പ്രാർത്ഥിക്കണമെന്ന്. ഇങ്ങനെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കാം. ഹരിചേട്ടാ. മോളെ ആന്യേ, എന്തോ കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് പാടി. ഇതിൽ അവിടെ ഇവിടെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്നാലും ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. ഞാൻ കുറച്ച് വർക്ക് ചെയ്തതുപോലെ ഉണ്ട്. അതായത് നേരത്തെ നമുക്ക് ഈ ആകാരം കുറച്ച് പ്രയാസമായിരുന്നു മോക്ക്. ഇപ്പൊ മോൾ അതില് നന്നായിട്ട് വർക്ക് ചെയ്തോ? ഓക്കെ, എന്തൊക്കെയാ ചെയ്തത്? അത് അപ്പാടെ കൂടെ ഇരുന്ന് അത് ഡിക്ഷനൊക്കെ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ. അപ്പൊ എന്തോ ഒരു കുറച്ച് ബെറ്റർ ആയി. ഡിക്ഷൻ ആണെങ്കിലും ഇന്ന് പാടിയപ്പോൾ ഞങ്ങൾക്ക് അതാ ഫീൽ ചെയ്തത്. വേർഡ്സ് ഒക്കെ കുറച്ച് ക്ലിയർ ആയിരുന്നു. കുറച്ചുകൂടി ഈ ഓ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ ആന്യ പാടുമ്പോ. ഇപ്പം എന്നിലലിഞ്ഞമ്മോന്ന് ഞങ്ങൾക്കതായിരുന്നു പേടി. എന്നിലലിഞ്ഞമ്മോ, എന്റെ അമ്മോ എന്നാവുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആന്യ അതൊക്കെ കെയർഫുൾ ആയിട്ട് നന്നായിട്ട് പാടി. അപ്പോൾ അതിനൊരു ക്ലാപ്സ്.
താങ്ക് യു. പിന്നെ മോളെ ഒരു അകാരം പാടിയില്ല, രസമായിരുന്നു. പക്ഷെ അതിന്റെ അവസാനം ഒരു കുറച്ച് പിച്ചൗട്ടും കാര്യങ്ങളുമായി. പിന്നെ എൻ കനവിൻ രാഗമായി, അതൊന്ന് പാടാവോ? എൻ കനവിൻ രാഗമായി, കനവിൻ 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 രാഗമായി. അതിലൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. പിന്നെ താരാട്ടിൻ രാരീരം, രാരീരം ഒന്ന് പാടാവോ? താരാട്ടിൻ രാരീരം, രാരീരം. ഓക്കെ, അതൊക്കെ ഇങ്ങനെ കട്ടായി പോവായിരുന്നു. അവിടെ കുറച്ചും കൂടി ഒരു സസ്റ്റെയിൻ ഒന്ന്, ആ ഒരു വാക്കിന് കുറച്ചും കൂടി ഒരു സസ്റ്റെയിൻ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു കേൾക്കാൻ. പിന്നെ ചരണത്തില് പഴം നുറുക്കും. പഴം നുറുക്കും. അപ്പൊ നമുക്ക് ചില എല്ലാ വേർഡ്സിനും നമ്മൾ അങ്ങനെ ഫുൾ എക്സ്പ്രഷൻസ് കൊടുക്കണമെന്നില്ല. പഴം നുറുക്കും, അത് അങ്ങനെ അങ്ങ് പാടിയാലും രസമായിരിക്കും. നമ്മളവിടെ ഭയങ്കര പഴം നുറുക്കിന് എന്ത് എക്സ്പ്രഷനാ കൊടുക്കണമെന്ന് എനിക്കറിയില്ല. അതൊക്കെ മോളെ കുറച്ച് ഓപ്പൺ ആയിട്ട് പാടിക്കോ. പാടിക്കേ. പഴം നുറുക്കും. ഇതൊന്ന് ട്രെയിൻ ചെയ്യണം. നമ്മളൊരു എഫേർട്ട് ഇടാതെ നമുക്ക് പെട്ടെന്ന് പാടണം. അല്ലെങ്കിൽ ഓരോ വാക്കിനും നമ്മളിങ്ങനെ എഫേർട്ട് ഇടേണ്ടി വരും. അപ്പം മോള് കുറച്ച് ഫ്രീ ആയിട്ട് പാടിക്കോ കേട്ടോ. അതാണ് ഇനി നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി ഓവറോൾ ഫീൽ ഉണ്ടായിരുന്നു, ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സോ ഗുഡ് പെർഫോമൻസ് കേട്ടോ. താങ്ക് യു സർ. നൈസ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ആന്യ എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. സി, ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഓ എന്ന് പറയുന്ന ഒരു സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പം മോള് പാടാൻ കയറിയപ്പോൾ തന്നെ നമ്മളിവിടുന്ന് പറഞ്ഞ മിക്കവാറും എന്നിലണിഞ്ഞമ്മോ ആ ഒരു സൗണ്ടിങ് ആയിരിക്കും വരാൻ പോണേന്ന്. ബട്ട് യു ഡിഡ് ഗുഡ്. താങ്ക് യു സർ. കുറേ ഓ സൗണ്ടിങ് ഒക്കെ പോയി എല്ലാം ആ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പല ഭാഗത്തും വന്നിട്ടുണ്ട്. യു ഹാവ് ടു കീപ് വർക്കിംഗ് ഓൺ ഇറ്റ് കേട്ടോ. ഇനിയും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഡിക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. എനിക്ക് നമ്മളെ ഈ ഫസ്റ്റ് 2 ലൈൻ മൊഴിയഴകും മിഴിയഴകും, പിന്നെ അതുപോലെ എൻ മനസ്സിൻ നീണമായി, ആ മനസ്സിൻ നീണമായുടെ പ്ലാൻസിനൊരു ക്ലാരിറ്റി കുറവ് എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് 2 ലൈൻസ് കേട്ടോ. എന്നിലണിഞ്ഞമ്മ, അതുപോലെ തന്നെ മനസ്സിൻ നീണമായി, ഒരു ക്ലാരിറ്റി കുറവ്. അത് മാത്രം മോൾ എനിക്കൊന്ന് പാടിത്തരുമോ? മൊഴിയഴകും മിഴിയഴകും എന്നിലണിഞ്ഞമ്മ. ആ പ്ലാനിന് ഒരു ക്ലാരിറ്റി, ഒരു ഏതൊക്കെ നോട്ട്സ് ആണ് ഹിറ്റ് ചെയ്യണേ എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി. ഓക്കെ, അടുത്ത ലൈൻ. താരാട്ടിൻ രാരീരം മനസ്സിൻ നീണമായി, എൻ മനസ്സിൻ ഈണമായി. ഓക്കെ, ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നം. കാരണം എന്തോ ആ ഒരു പ്ലാൻ വരുന്ന സമയത്ത് ഇത് ലെവല് താഴോട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ അത് കേൾക്കണില്ല. അപ്പോൾ ഒന്ന് ഓഡിബിൾ ആയാൽ മതി, ഒന്ന് കേട്ടാൽ മതി. കാരണം ആനി ഒരു അടിപൊളി സിംഗറാണ്. താങ്ക് യു സർ. ഭയങ്കര സ്വീറ്റ് വോയിസ് ആണ് ആനിയുടേത്. അപ്പോൾ അതെല്ലാവരും കേൾക്കട്ടെ. അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ പാടുമ്പോൾ അതെല്ലാവരും കേൾക്കട്ടെ. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു മൈക്ക് പ്ലേസ്മെന്റ്, ലെജിബിലിറ്റി, ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കാം കേട്ടോ. പക്ഷെ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ആ ഓ സൗണ്ടിങ് പോയപ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മകളെ, എന്തോ പാടിയത് നന്നായിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞില്ല, ഇപ്പം ഷാൻ പറഞ്ഞില്ലേ ഈ മനസ്സിന് നീളമായി, അത് വളരെ ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്ത് മോളെ. അതിനൊരു ഒരു ക്ലാരിറ്റി കുറവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാടിച്ച മോളെ കൊണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഒരു ബൃഹ പാടിയാലും ഇപ്പോൾ ഒരു അകാരം പാടിയാലും അത് ആ പാട്ടിനോട് ചേർന്ന് നിൽക്കണം. അതങ്ങനെ മുഴച്ച് നിൽക്കരുത്, അത് മാത്രം. അപ്പോൾ അത് മോള് മനസ്സിലായി. കുഞ്ഞല്ലേ, നിനക്കതിപ്പോൾ നമ്മൾ പറയുന്ന പോലെ നിനക്ക് ചിലപ്പം മനസ്സിലാവത്തില്ല, പക്ഷെ മനസ്സിലാവും. ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണ് മോളെ. അതുപോലെ എനിക്ക് ഈ രാരീരം ഹരി പാടിച്ചില്ലേ അപ്പോൾ ഈ ലാസ്റ്റ് പലവിളി ആ രാരീരം വേറെ എന്തോ ഉണ്ടോ അതിന്? അതോ അത് തന്നെയാണോ? അതാണ് മോള് പാടിയിട്ട് എന്തോ പറ്റിപ്പോയത്. പിന്നെ അതിന് മുമ്പുള്ള ചരണത്തിൽ ഈ പഴന്തുറുക്കിൻ്റെ കാര്യം അതൊട്ട് ചേർന്നിട്ടുമില്ലായിരുന്നു. അത് മക്കൾ ശരിയായിക്കൊള്ളുക കേട്ടോ. കാരണം നല്ലൊരു കൂളായിട്ടുള്ള പാട്ടല്ലേ. മക്കൾ പാടുന്ന കാണാനും കേൾക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ഈ ഓന്നുള്ളത് നമുക്ക് പേടിയുണ്ടായിരുന്നു മോളെ തുടങ്ങും, പക്ഷേ ഇല്ല, അത്രേ ഉള്ളൂ. നല്ല സുഖം. കുറച്ചും കൂടെ മോള് ഈ പാട്ടിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാം
കേട്ടോ. ലവ് യു മുത്തേ. ലവ് യു ടു. താങ്ക് യുടാ. താങ്ക് യു ശരത് സർ. ആന്യ നിങ്ങൾക്ക് മാർക്ക് ചോദിക്കാം. ഓക്കെ ശരത് സർ. യെസ് സാർ. മാർക്ക് മക്കളെ 8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. അണ്ണൻ തമ്പി. ഓക്കെ, അപ്പോ നല്ല മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ജഡ്ജസ് പറഞ്ഞതൊക്കെ കേൾക്കാൻ നെക്സ്റ്റ് ടൈം നമ്മളതൊക്കെ ശരിയാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.